ഭൗതിക ശാസ്ത്ര രംഗത്ത് ലോകത്ത് തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന കണ്ടെത്തലുമായി ഗവേഷകർ. പ്രകാശത്തെ അതിഖരാവസ്ഥ, അതായത് സൂപ്പർ സോളിഡ് എന്ന അവസ്ഥയിലേക്ക് മാറ്റിക്കൊണ്ടാണ് ഗവേഷകരുടെ കണ്ടുപിടുത്തം. ഇറ്റലിയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒപ്റ്റിക്സിലെ ഭൗതിക ശാസ്ത്രജ്ഞരും നാനോ ടെക്നോളജി വിദഗ്ധരുമാണ് വിപ്ലവകരമായ ഈ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. ഭൗതിക ശാസ്ത്ര രംഗത്തെ ഈ നേട്ടം ലോകത്തിന് മുന്നിൽ പുതിയ സാധ്യതകളാണ് തുറന്നിടുന്നത്. ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ വേഗതയ്ക്ക് അടുത്തുള്ള വേഗതയിൽ സഞ്ചരിക്കുന്ന ഊർജത്തിന്റെ ഒരു രൂപമാണ് പ്രകാശം. ആ പ്രകാശമാണ് ഇവിടെ അസാധാരണമായ ഗുണങ്ങളുള്ള ഖരരൂപത്തിലുള്ള ഒരു പദാർത്ഥമായി രൂപാന്തരപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഖരരൂപത്തിലുള്ള ഒരു വസ്തുവിന്റെ എല്ലാ സവിശേഷതകളും സ്വഭാവങ്ങളും ഉണ്ടെങ്കിലും ദ്രാവക രൂപത്തിലുള്ള ഒരു വസ്തുവിന്റെ സവിശേഷതകളും കൂടി പ്രകടിപ്പിക്കുന്ന അവസ്ഥയാണ് സൂപ്പർ സോളിഡ്. അതായത് സൂപ്പർ സോളിഡുകൾക്ക് ഒരു നിശ്ചിത ആകൃതി ഉണ്ടായിരിക്കുകയും മാത്രമല്ല ഘർഷണമില്ലാതെ ഒഴുകാനും സാധിക്കും. പ്രകാശത്തെ സൂപ്പർ സോളിഡ് അഥവാ ഖരാവസ്ഥയിലേക്ക് മാറ്റുന്നതിലൂടെ പ്രകാശത്തിന്റെ തരംഗ ദൈർഘ്യത്തിൽ മാറ്റം വരുത്താനും പ്രകാശത്തിന്റെ വേഗം കുറയ്ക്കാനും സാധിക്കും. ഇത് ഒപ്റ്റിക്കൽ കമ്പ്യൂട്ടിങ്ങിലും ക്വാണ്ടം ഇൻഫർമേഷൻ സാങ്കേതിക വിദ്യയിലും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമെന്നാണ് ഗവേഷകരുടെ വിലയിരുത്തൽ. സൂപ്പർ സോളിഡുകൾ മുമ്പ് ഗവേഷകർ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും പ്രകാശത്തെ സൂപ്പർ സോളിഡാക്കി മാറ്റുന്നത് ആദ്യമായാണ്. പൊളാരിറ്റൺ എന്ന സംവിധാനത്തിന്റെ സഹായത്തോടെയാണ് പ്രകാശത്തെ സൂപ്പർ സോളിഡാക്കി മാറ്റിയത്. പൊളാരിറ്റൺ എന്നത് ക്വാണ്ടം മെക്കാനിക്സിൽ കാണപ്പെടുന്ന ഒരു കോസി പാർട്ടിക്കിൾ ആണ്. പ്രകാശത്തിന്റെ തരംഗ സ്വഭാവവും ദ്രവ്യത്തിന്റെ കണികാ സ്വഭാവവും ഒരുമിച്ച് ചേർന്ന പ്രതിഭാസമാണിത്. ഒരു പ്രകാശ കണികയായ ഫോട്ടോണും ഒരു ദ്രവ്യ കണികയായ എക്സിറ്റോണും തമ്മിലുള്ള ശക്തമായ വൈദ്യുതകാന്തിക ഇടപെടലിലൂടെയാണ് പൊളാരിറ്റോണുകൾ രൂപം കൊള്ളുന്നത്. പൊളാരിറ്റോണുകൾ പ്രകാശത്തെ ഏറ്റവും കുറഞ്ഞ ഊർജാവസ്ഥയിലേക്ക് മാറ്റാൻ സഹായിക്കുന്നു. അതായത് പ്രകാശത്തെ ദ്രവ്യമായി സംയോജിപ്പിക്കുകയും ഒന്നിച്ച് അവയെ ഒരു സൂപ്പർ സോളിഡ് അവസ്ഥയിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. പ്രകാശത്തെ അതിഖരാവസ്ഥയിലേക്ക് മാറ്റിക്കൊണ്ടുള്ള ഈ കണ്ടുപിടുത്തം അതിന്റെ തുടക്കഘട്ടത്തിലാണെങ്കിലും പ്രകാശത്തിന്റെയും ദ്രവ്യത്തിന്റെയും അടിസ്ഥാന ഗുണങ്ങളെ മനസ്സിലാക്കുന്നതിനും പഠിക്കുന്നതിനുമുള്ള നിർണായകമായ ചുവടുവയ്പ്പാണിത്. പ്രകാശത്തെ ഈ രീതിയിൽ നിയന്ത്രിക്കാനുള്ള മാർഗം മെറ്റീരിയൽ സയൻസിന്റെ പുതിയ മേഖലകൾ പര്യവേഷണം ചെയ്യുന്നതിനും അവസരമൊരുക്കുമെന്ന് ഗവേഷകർ പറയുന്നു.